അല്ലാതെ നമ്മുടെ കേരളത്തിലെ പോലെ എന്താ പറയുക ക്ഷീണം മാറാനായിട്ട് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ പന്തർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഞാൻ മഹാരാഷ്ട്രയിൽ എത്തിയത്. അപ്പോൾ പിന്നെ നല്ല ഉറക്കമൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയത് എനിക്ക്. പിന്നെ ഇന്നലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് വണ്ടിയിൽ തന്നെയാണ്. അതിൻ്റെ വീഡിയോ എന്തായാലും ഇതിൽ ഇടുന്നുണ്ട്. നൈറ്റിൻ്റെ കൊള്ള റെഡി ആവുകയാണ്. അപ്പം നമ്മുടെ മഹീന്ദ്ര ചേട്ടൻ അവിടെ എഗ് റൈസ് ഉള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ടിങ്ങാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ ലോഡ് കയറ്റേണ്ട സ്ഥലത്ത് എത്തിയതാ. ലോഡ് കയറ്റിയിട്ടുണ്ട്. ഏകദേശം അനാറുകൾ കയറ്റിയിട്ടുണ്ട്. ഇതാ കണ്ട, കേരളത്തിലെ പല ജില്ലകളിലേക്ക് പോകാനുള്ള റൂട്ട്സാണിത്. ഇതായിട്ടില്ല, ഇനിയും വേറെ 1-2 റൂട്ട്സുകൾ കയറ്റാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ നിംഗൺ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീനറിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്താണ്, നമ്മളിപ്പോൾ ഇവിടെയാണ് ലോഡ് കയറ്റാൻ വന്നത്. നമ്മുടെ 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റുന്നത്. എന്താ പറയുക, ഒരു ഉൾപ്രദേശത്തിലാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. ഇവിടെ വലിയ കാര്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സീനറിയോ കാര്യങ്ങളൊന്നും ഇല്ല. അതാ ഇവരുടെ മെയിൻ ഉപജീവനമാർഗമായിട്ടുള്ള കൃഷി, അതെല്ലായിടത്തും പോയാലും കിട്ടേണ്ട ഒരു കൃഷി എല്ലായിടത്തും എവിടെ പോയാലും കാണാം നമുക്ക്. ഇവിടെ പിന്നെ നമ്മുടെ നേരത്തെ സ്ഥലത്ത് പോലത്തെ കാറ്റോ തണുപ്പോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ചൂടാണ്. നമ്മളിപ്പം ഈ റൂട്ട്സ് വരികയും പിന്നെ തിരിച്ച് പോവാണ്. 2 ദിവസം യാത്രയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അടുത്ത 2 ദിവസം കൊണ്ട് നമ്മുടെ മഹാരാഷ്ട്ര യാത്ര തീരും. അപ്പോൾ ഇതുവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ അടുത്ത ലോഡ് വരാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇതാ എനിക്ക് ആ ഒരു സബ്സ്ക്രൈബറിൻ്റെ അവിടെ നിന്ന് കിട്ടി. ആൾ ഹിന്ദിക്കാരാണ്. ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടപ്പോൾ ആൾ ചോദിച്ചു ചാനലിൻ്റെ പേരെന്താ. അപ്പോൾ ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആളെൻ്റെ അടുത്ത് പറയാണ് എനിക്ക് മലയാളം അറിയില്ല, പക്ഷേ തുടക്കമായതുകൊണ്ട് തന്നെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഏകദേശം 51 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6, 7, 8, 10 പേരെടുത്ത് ഞാൻ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ 90 സബ്സ്ക്രൈബേഴ്സായി. ബാക്കിയുള്ളവർ ചാനൽ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഇവരുടെ എന്താ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്താൽ അവർക്ക് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, സന്തോഷമുണ്ട്. അപ്പം ഞാൻ നോക്കാം. അപ്പം എങ്ങനെയാണ് നോക്കട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം വൈകുന്നേരം ആയിട്ട് വിശന്നുകൊണ്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ചായയുടെ ഒരു പ്രത്യേകത കാണിച്ചാൽ ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ ചായ. ഏകദേശം ഒരു 10 രൂപ വരുന്ന ചായയാണിത്. ഇതിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് കണ്ട, ഏകദേശം നമ്മുടേതാ ഈ ഒരു വിരലിൻ്റെ പകുതി ഒരു ഇത്രയും വരും. ഇത്ര ഒരു ഗ്ലാസ്, ഇത്രയാണ് ഈ ഗ്ലാസിൻ്റെ വലിപ്പം വരുന്നത്. അല്ല, ഇതാണ് നമ്മുടെ മഹാരാഷ്ട്രയിലെ ചായ. ഏകദേശം 10 രൂപയാണ് ഈ ചായയുടെ വില. 10 രൂപയുടെ ചായയാണിത്. ഉള്ള നല്ല ചായയാണ്. ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഇവിടെ ചായ എക്സ്പീരിയൻസ് ചെയ്യാം, അത്ര തന്നെ. അല്ലാതെ നമ്മുടെ കേരളത്തിലെ പോലെ എന്താ പറയുക ക്ഷീണം മാറാനായിട്ട് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. കൊള്ളാം, നല്ല ചായ. ഇപ്പോൾ നമ്മുടെ മഹാരാഷ്ട്ര യാത്ര കഴിഞ്ഞു. നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10,000 കിലോയോളം ഫ്രൂട്ട്സാണ് നമ്മുടെ വണ്ടിക്കകത്തുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ടും മാതളവും പേരക്കയും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോവാണ്. കേരളത്തിൽ ഇപ്പോൾ വെള്ളപ്പൊക്കമാണെന്നാണ് അറിയുന്നത്. വയനാട്ടിൽ ഏകദേശം ഉരുളമുട്ടി 63 പേര് മരിച്ചു നേച്ചിന് ന്യൂസിൽ കണ്ടു. ഞങ്ങൾ കേരളത്തിലേക്ക് വരുവാണ്. എന്താവുമെന്നറിയില്ല. പോണ വഴിക്ക് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ മൈസൂർ എന്തോ മരം ഒടിഞ്ഞാടി റോഡ് ബ്ലോക്കാണെന്നൊക്കെ കേട്ടു. പോണ വഴിക്ക് അറിയണം എന്താണ് അവസ്ഥ എന്നുള്ളത്.
യാത്രയ്ക്ക് ശേഷം നമ്മൾ മസനഗുഡി എത്തിയിട്ടുണ്ട്. മസനഗുഡി പല ജില്ലകളിലേക്ക് വേണം ബുക്സ് കൊണ്ടാണ്. അപ്പോൾ ഈ യാത്ര ഇന്നിവിടെ തീരുവാണ്. എന്താ പറയുക, വളരെ അടിപൊളി യാത്രയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റിയതിൽ മറ്റൊരു രീതിക്ക് എനിക്ക് നിങ്ങളെ കുറച്ച് കാഴ്ചകളെ എത്തിക്കാൻ പറ്റി. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല യാത്രകളും ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. നമ്മൾ മാക്സിമം നല്ല രീതിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. നല്ല നല്ല സ്ഥലങ്ങൾ പോയി കാണാനും നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. ചാനലിൻ്റെ പേര് മറക്കണ്ട, ട്രാവൽ ഓഫ് ബൈ.